ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരം ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല. നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ RRB NTPC ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ RRB NTPC മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ചിലപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം കേട്ടോ. വെറുതെ അതിശയോക്തിക്ക് വേണ്ടി പറയുന്നതല്ല. ഞാൻ ഈ പറയുന്നത് കേട്ട് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലൊന്ന് മാറി ചിന്തിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ ഒന്ന് മാറി പോയേക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ പോകുന്ന പോലെ തന്നെ പോകും കേട്ടോ. വേറെ വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ എന്ത് ചെയ്യുക, മുഴുവനായിട്ട് കാണും. ഒരു 10-15 മിനിറ്റോ മാക്സിമം വരുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. അധികമൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും NTPC CBT 2 പരീക്ഷ വരികയാണ് ഈ വരുന്ന 13-ാം തീയതി. അപ്പോൾ അതിൻ്റെ വല്ല മാരത്തോൺ ക്ലാസ്സുകളോ അല്ലെങ്കിൽ വല്ല ക്ലാസ്സുകളെ പറ്റിയോ പറയാനായിരിക്കും. അല്ല കേട്ടോ. അല്ലെങ്കിൽ ബാക്കിൽ നോട്ടീസ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും NTPCൻ്റെ വരാൻ പോകുന്ന വേക്കൻസിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അല്ല, ഇതൊന്നുമല്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും. അതൊന്നുമല്ല, അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനെപ്പറ്റി ഒന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഈ വരാൻ പോകുന്ന NTPC 2025 പരീക്ഷേൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഗ്രാജുവേറ്റ് ആണെങ്കിൽ 5817 വേക്കൻസി ഉണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 3058 വേക്കൻസി ഉണ്ട്. ടോട്ടൽ എനിക്ക് തോന്നുന്നു 8800ഓളം വേക്കൻസിയാണ് ഇനി വരാൻ പോകുന്ന NTPC പരീക്ഷയ്ക്ക് ഉള്ളത് കേട്ടോ. അതൊന്നല്ല നമ്മൾ പറയാൻ പോകുന്ന കാര്യം. അതായത് ഇത്രയും കാലം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു NTPC അങ്ങോട്ട് എല്ലാ വർഷവും നടക്കാൻ പോകുന്ന പരീക്ഷയാണല്ലേ. അപ്പോൾ നമുക്ക് അത്ര ഉറപ്പില്ലായിരുന്നു. കാരണം ഇതിനെപ്പറ്റി വലിയ വിവര കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് നോട്ടീസ് വന്ന സ്ഥിതിക്ക്, അതായത് വേക്കൻസി വന്ന സ്ഥിതിക്ക് ഇനി എല്ലാ വർഷവും NTPC പരീക്ഷ ഉണ്ടാവും. ഇത്രയും കാലം 3 വർഷം കൂടുമ്പോൾ നടക്കുന്ന പരീക്ഷയായിരുന്നു. ഇനി അത് എല്ലാ വർഷവും ഉണ്ടാവും. അപ്പോൾ NTPC മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു അവയർനെസ് വീഡിയോ ആണ്. ചെറിയ ചില കണക്കുകളും കുറച്ച് കാര്യങ്ങളും, വെറുതെ എന്തെങ്കിലും ആകാശത്ത് നിർത്തി ഇങ്ങനെ പറയുന്നതല്ല. ചെറിയ ചില കണക്കുകൾ, കൃത്യമായ കണക്കുകൾ കേട്ടോ. ഞാൻ പറയുന്നതിൽ സംശയമുള്ള ആളുകൾ നെറ്റിൽ പോയി തപ്പിയാൽ കിട്ടുന്ന കണക്കുകൾ തന്നെയാണ്. അത് വെച്ചിട്ട് ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. ഓക്കെ, ഇതാണ് RRB NTPC വേക്കൻസി. അതായത് ഇനി വരാൻ പോകുന്ന CGL പഠിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പറ്റുന്ന വേക്കൻസിയാണ് 8875. ഇതിൽ തന്നെ ഗ്രാജുവേറ്റും ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു വേക്കൻസിക്കാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. പക്ഷേ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ ചാനലിൻ്റെ സ്ഥിരം ഓഡിയൻസ്. ഇതിൻ്റെ കൂടെ തന്നെ SSCയും കൂടെ പഠിക്കുന്ന ഒരാളുകളുണ്ടാവും. അതായത് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന SSC CGL പരീക്ഷയായിരിക്കും. അതിൻ്റെ ഒരു സൈഡായിട്ടായിരിക്കും അവർ NTPC എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ എഴുതാൻ പറ്റും. കാരണം ഈ CGLനുള്ളതൊക്കെ തന്നെയാണ് എവിടെയുള്ളത്, NTPC ഉള്ളത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന പരീക്ഷകൾ, കുറച്ച് പരീക്ഷയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ NTPC ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷ ഇത് മാത്രമാണ്. പക്ഷേ ആ CGL ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പരീക്ഷകളെ കാണിച്ചു തരാം. ഒന്ന് IBACIO, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച നടന്ന പരീക്ഷയാണ്. അതിൻ്റെ വേക്കൻസി നോക്കിയേ 3717 വേക്കൻസിയാണ്. ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു പരീക്ഷയാണ്. ഇനി ഈ വരാൻ പോകുന്ന 29-30 തീയതി IB സെക്യൂരിറ്റി ടെസ്റ്റിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട്. അതിൻ്റെ വേക്കൻസിയാണ് 4987. നോക്കിയേ, ഇത് രണ്ടും കൂട്ടി 8700 വേക്കൻസിൻ്റെ അടുത്തായി. അതായത് ഈ NTPCക്കുള്ള അതേ വേക്കൻസി ഏകദേശം എവിടെയുണ്ട്, IB പരീക്ഷകൾക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ ആര് പ്രിപ്പയർ ചെയ്യും? ഇതൊക്കെ ഈ CGL പഠിക്കുന്ന ആളുകൾ പ്രിപ്പയർ ചെയ്യുന്നതല്ല, അവർക്ക് അതേ സിലബസാണ് കേട്ടോ. ഒരു മാറ്റമില്ല. ഈ CGL പഠിക്കുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് എവിടെയും വരുന്നത്. IBACIOൻ്റെ പരീക്ഷയ്ക്കും IB സെക്യൂരിറ്റി ടെസ്റ്റിൻ്റെ പരീക്ഷയ്ക്കും വരുന്നത്. പിന്നെ അടുത്തൊരു പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇവർ സ്ഥിരമായിട്ട് പഠിക്കുന്ന പരീക്ഷയുണ്ട്, SSC CGL. അപ്പോൾ SSC CGL 2025 വേക്കൻസിയാണ് 14582. ഇതിനും അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതാണ് അവർ മെയിൻ ഫോക്കസ് എങ്കിലും ഇതൊക്കെ അവർക്ക് സൈഡായിട്ട് എഴുതാൻ പറ്റിയ പരീക്ഷ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറെ പരീക്ഷയുണ്ട്, നമ്മുടെ SSC CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷ. അതായത് +2 ലെവൽ പരീക്ഷയാണ്. അതിൻ്റെ വേക്കൻസി 3130. അപ്പോൾ നിങ്ങൾ നാലേജ് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ NTPC മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരാൾ 8875 വേക്കൻസിക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ CGL ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരാൾ ഇത്രയും വേക്കൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നിങ്ങൾ മാത്സ്, റീസണിങ്, GK ഇത് മാത്രം പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് വരുന്ന പരീക്ഷകൾ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ എക്സ്ട്രാ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് കൂടെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അത്ര 100% എഫിഷ്യൻസിയിൽ പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഇവർക്ക് ഇതിൽ നിന്നും ഇംഗ്ലീഷ് ഒന്ന് ഒഴിവാക്കിയാൽ എന്ത് ചെയ്താൽ NTPC ചെയ്താൽ. ഇങ്ങനെ ഞാൻ ഈ പറയുമ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ടോട്ടൽ വേക്കൻസി എടുത്ത് നോക്കി, അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ, എത്രത്തോളം മാറ്റമുണ്ട്. നോക്കിയേ, നിങ്ങൾ NTPC മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളുകൾ 8875 വേക്കൻസിക്ക് പഠിക്കുമ്പോൾ CGL ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരാൾ നോക്കിയേ, ഈ വർഷത്തെ മാത്രം കണക്കാൻ ഞാൻ പറയുന്നത് കേട്ടോ, 35,000, ഇതെല്ലാം കൂടെ കൂട്ടുന്ന ഞാൻ പറയുന്നത് 35,292 വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് അവർ പഠിക്കുന്നത്. നോക്കിയേ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഏകദേശം 4 ഇരട്ടി പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർ 4 വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അവരുടെ CGLന് വേണ്ടിയിട്ടുള്ള ആ ഒരൊറ്റ പ്രിപ്പറേഷൻ മതി ഇത്രയും പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പഠിക്കാം.
പക്ഷേ ഇവിടെ ഇംഗ്ലീഷിൽ പഠിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാനും പറ്റില്ല. എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ എഴുതാൻ പറ്റും, പക്ഷേ നിങ്ങൾക്ക് അത്ര 100% നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഇംഗ്ലീഷും കൂടെ പഠിച്ചാലേ കൊടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ RRB NTPC മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പല കാരണങ്ങളും ഉണ്ടാവും. അത് പണ്ടത്തെ പല കാരണങ്ങളും. അതിൽ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ CGL പരീക്ഷ അതിൻ്റെ പാറ്റേൺ ആയിരുന്നു. പണ്ട് 2012 മുമ്പ് പറഞ്ഞ CGL പരീക്ഷ എഴുത്ത് പരീക്ഷയും പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ ആയിരുന്നു. അത് UPSCൻ്റെ അതേ പാറ്റേൺ ആയിരുന്നു. 2012 കൂടി അത് മാറി ഒബ്ജക്റ്റീവ് പരീക്ഷയായി. പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് ഒഴിവാക്കി. 2022 കൂടി ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ ഒഴിവാക്കി. ഇപ്പം നിങ്ങൾ NTPC പരീക്ഷ എങ്ങനെയാണ് എഴുതുന്നത് അതേപോലെ തന്നെയാണ് എന്ത് CGL പരീക്ഷ. വെറും 2 പരീക്ഷ, പേര് മാത്രം മാറും. NTPCയിൽ നിങ്ങൾ അതിനെ CBT 1 CBT 2 എന്ന് പറയും. CGL എന്ത് Tier 1 Tier 2 എന്ന് പറയും. ഈ 2 ഒബ്ജക്റ്റീവ് പരീക്ഷകൾ മാത്രമേ ഉള്ളൂ. അതായത് സെയിം പാറ്റേൺ. നിങ്ങൾ പ്രിലിംസ് പരീക്ഷ എഴുതുന്നു, അത് കട്ട് ഓഫ് ഒരു വെക്കുന്നു, ആ കട്ട് ഓഫ് ക്ലിയർ ആവുന്ന ഒരു മെയിൻസ് പരീക്ഷ എഴുതുന്നു, ഈ മെയിൻസ് പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നു. ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ പല ആളുകളുടെ മനസ്സിലുള്ളതാണ് SSC CGL പരീക്ഷയ്ക്ക് എന്തോ വലിയ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനുണ്ട് കേട്ടോ, IB പരീക്ഷയ്ക്ക് ഇൻ്റർവ്യൂ, പക്ഷേ CGL പരീക്ഷ ഒന്നും ഇൻ്റർവ്യൂ ഇല്ല. അത്രയും സിമ്പിളായിട്ടില്ല. സിമ്പിൾ ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാമെന്നല്ല. പക്ഷേ ഇതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെയും വരുന്നത്. നിങ്ങൾക്ക് ഇതിന് പഠിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഇതിനും പഠിക്കാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കാത്തത്? ഇംഗ്ലീഷാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? പല ആൾക്കാരുടെയും പ്രശ്നം ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്സ് ബുദ്ധിമുട്ടായതുകൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം, ഇംഗ്ലീഷ് എഴുതാൻ അറിയണം, ഇതൊന്നും വേണ്ട ഇവിടെ. ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ഇംഗ്ലീഷ് ഉണ്ട്, കുറച്ച് ഗ്രാമർ, കുറച്ച് വൊക്കാബുലറി, ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾ GK പഠിക്കുന്നില്ലേ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമറും പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് വൊക്കാബ് പഠിക്കാൻ പറ്റും. ഇത് മാത്രം നിങ്ങൾ എക്സ്ട്രാ പഠിച്ചു വെച്ചാൽ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഇംഗ്ലീഷ് പത്രം വായിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് 1 വർഷം 1.5 വർഷമെങ്കിൽ നിങ്ങൾ ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അപ്പം തന്നെ ഒരു പകുതി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈസി ആയിട്ട് കിട്ടും. ബാക്കി 50% നിങ്ങൾക്ക് പഠിച്ചെടുക്കേണ്ടുള്ളൂ. 50 എന്നല്ല, 75% റീഡിങ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ തന്നെ റെഡിയായി. ബാക്കി 25% നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ ഈ ഒരു NTPC പരീക്ഷയിൽ നിന്ന് ഇങ്ങോട്ട് ബുദ്ധിമുട്ടാക്കുന്നത്? ഇംഗ്ലീഷൊന്നും പറ്റാത്തത് കൊണ്ടാണ് ഇത്. അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ഈ CGL ഇംഗ്ലീഷും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഇംഗ്ലീഷൊന്നും അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് ആരും നിൽക്കണ്ട. പിന്നെ അപ്ലിക്കൻസ് കുറവായതുകൊണ്ടാണോ? അതോ NTPCക്ക് അപ്ലിക്കൻസ് കുറവാണ്, കോമ്പറ്റീഷൻ കുറവാണ്, CGL കൂടുതൽ, അങ്ങനെയാണോ? അല്ല. NTPC പരീക്ഷയ്ക്ക് നിങ്ങളിപ്പോൾ ഈ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന പരീക്ഷയ്ക്ക് ഏകദേശം 1 crore മുകളിൽ അപ്ലിക്കൻസ് ഉണ്ട്. പക്ഷേ CGL പരീക്ഷയ്ക്ക് അത്ര എളുപ്പം നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ എന്താ പറയുക, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന CGL പരീക്ഷയ്ക്ക് 25 ലക്ഷം അപ്ലിക്കൻസേ ഉള്ളൂ. അപ്പോൾ അപ്ലിക്കൻസും അവിടെ കുറവാണ്. CGL നോക്കുമ്പോൾ CGL അപ്ലിക്കൻസ് കുറവാണ്, NTPCക്ക് ഇത്രയൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും ആളുകൾ NTPCയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. NTPC മോശമാണ്, NTPC ജോലികളെല്ലാം മോശമാണ്, NTPCയിലോട്ട് ആരും പോകരുത് എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. NTPCയിൽ കിട്ടാൻ പോകുന്ന വളരെ നല്ല ജോലികളാണ്, അത് കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ NTPC മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇത്രയും വേക്കൻസികൾ നിങ്ങൾക്ക് ഇവിടെ നഷ്ടമാവുകയാണ് കേട്ടോ, ഒരുപാട്. പിന്നെ മാത്രമല്ല NTPCയിൽ നിങ്ങൾക്ക് ലെവൽ 6 വരെയാണ് മാക്സിമം കിട്ടുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ പോലത്തെ പോസ്റ്റുകൾ ലെവൽ 6 അതാണ് മാക്സിമം. പക്ഷേ ലെവൽ 7 പോസ്റ്റുകളുണ്ട് ഇവിടെ CGL. നിങ്ങൾ ഇതേ പ്രിപ്പറേഷൻ ജസ്റ്റ് ഇംഗ്ലീഷും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെവൽ 7 പോസ്റ്റുകൾ, ഇപ്പോൾ IBSC എന്ന് പറഞ്ഞാൽ ലെവൽ 7 ആണ്. ഈ CGL പോസ്റ്റുകൾ ലെവൽ 7 ഒരുപാടുണ്ട്. ഇപ്പോൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, GST ഇൻസ്പെക്ടർ, എൻഫോഴ്സ്മെൻറ്റ് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെൻറ്റിൽ അസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നു, പിന്നെ CBIയിൽ സബ് ഇൻസ്പെക്ടർ ആയിട്ട് കിട്ടുന്നു, കസ്റ്റംസിൽ ഇൻസ്പെക്ടർ ആയിട്ട് കിട്ടുന്നു. ഇതൊക്കെ ലെവൽ 7 ജോബുകളായി. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ, ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിൽ, സെൻട്രൽ സെക്രട്ടറി സർവീസിൽ, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് എന്താണ് ഇങ്ങനെ ജോലികൾ കിട്ടുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പറ്റും, അതൊക്കെ ലെവൽ 7 ജോബാണ്. പിന്നെ വേറെ പല ആളുകളും തെറ്റിദ്ധാരണ എന്താ, NTPC എന്ന് പറഞ്ഞാൽ നമുക്കൊരു സോണിലല്ലേ എഴുതുന്നത്, അതുകൊണ്ട് ഇപ്പോൾ കേരള സോൺ, ട്രിവാൻഡ്രം സോൺ ആണെങ്കിൽ അത് കിട്ടിയാൽ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ ഈ കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊരു തോന്നല. CGL കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് ആസാമിലോ അല്ലെങ്കിൽ കാശ്മീരിലോ ഗുജറാത്തിലോ പോയി ജോലി ചെയ്യേണ്ടതെന്നുള്ളൊരു തോന്നലാണ്. അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ്. നമ്മളിവിടെ ഈ കേരളത്തിൽ നിന്ന് ക്വാളിഫൈ ആകുന്ന SSC ക്ലിയർ ആകുന്ന ആളുകളൊക്കെ മെജോറിറ്റി ഒരു 80% ആളുകളും കേരളത്തിൽ തന്നെയാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ മാക്സിമം പോയാൽ തമിഴ്നാട്, കർണാടക, ഒരു 20% ആളുകൾ ഈ കർണാടകയിലും തമിഴ്നാട്ടിലും പോയി വീഴുന്നുണ്ട്. പിന്നെ ഡൽഹിയിൽ കിട്ടുന്ന ചില പോസ്റ്റുകൾ ചൂസ് ചെയ്ത് പോകുന്ന ആളുകൾ മാത്രമേ അങ്ങോട്ട് പോകുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഞാൻ ഈ പറഞ്ഞ സൗത്തിലുള്ള ഒരു 3 റീജിയനിലാണ് കിട്ടുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് അഡ്വാൻറ്റേജ് ആവും ഡിസഡ്വാൻറ്റേജ് ആവും. ഈ NTPC 2875 വേക്കൻസി ഉണ്ടെങ്കിലും നിങ്ങൾ ഏത് സോണിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ സോണിലെ വേക്കൻസി മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രം ഉദാഹരണത്തിന് ഈ വർഷം എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് ഒരു 100 to 300 അടുത്ത് വേക്കൻസി ഉണ്ട്. അപ്പോൾ ആ ഒരു 300 വേക്കൻസിക്ക് വേണ്ടി മാത്രമേ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. പക്ഷേ ബാക്കിയുള്ള പരീക്ഷ അങ്ങനെയല്ല, ഓൾ ഇന്ത്യ ലെവൽ പരീക്ഷയാണ്. ഈ കാണുന്ന CGLൻ്റെ 14582 പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഈ 14582 പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. റിസർവേഷൻ ഒഴിവാക്കുക, അതല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഈ 10552 പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതിലങ്ങനെ സോണ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വേണ്ട പോസ്റ്റുകൾ അതിനനുസരിച്ച് കിട്ടും. അല്ലാതെ നിങ്ങളുടെ സോണിൽ കേരളത്തിലുള്ള വേക്കൻസികൾ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ, അതിൻ്റെ പുറത്തുള്ളത് നിങ്ങൾക്ക് കിട്ടൂല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല.
അപ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജുകൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് പല ആളുകളും എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിഭാഗം ആളുകളാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. CGL പഠിക്കുന്നതിൻ്റെ അപ്പുറത്ത് വലിയൊരു വിഭാഗം ആളുകൾ NTPC മാത്രം NTPC പറഞ്ഞ് നടക്കുന്നുണ്ട്. ഓക്കെ, NTPC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അത് മാത്രം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇത്രയും എത്ര പേര് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നുണ്ട് എനിക്കറിയില്ല. ഇത്രയും വലിയൊരു ചാൻസ് ആണ് നിങ്ങളോട് മിസ്സാക്കുന്നത്. നോക്കി, 4 ഇരട്ടി ചാൻസാണ്. വെറും 1000 2000 വേക്കൻസിൻ്റെ കൂടുതലല്ല, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ 4 ഇരട്ടി വേക്കൻസിയാണ് ഇവിടെ ഉള്ളത്. ആ ഒരു ചാൻസ് ആണ് നിങ്ങൾ മിസ്സാക്കുന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ വേക്കൻസികൾ എന്നൊക്കെ പറഞ്ഞാൽ അത് CGL CHL പോലത്തെ +2 ഡിഗ്രി ലെവൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തോട്ട് വേറെയും പോസ്റ്റുകളുണ്ട്. ഇപ്പോൾ MTS പരീക്ഷയുണ്ട്, അതിനും ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ അതും ഈ CGL പഠിക്കുന്ന ആൾക്കാർ എഴുതും. പിന്നെ GD പരീക്ഷയുണ്ട്, GD കോൺസ്റ്റബിൾ, അതും ഇംഗ്ലീഷ് ഉള്ളത് കൊണ്ട് CGL പഠിക്കുന്ന ആളുകൾ എഴുതും. CPO പരീക്ഷ അതൊക്കെ അവർക്ക് എഴുതാൻ പറ്റും. പക്ഷേ ഇതൊന്നും ആർക്കും എഴുതാൻ പറ്റില്ല എന്ന് ഉദ്ദേശിച്ച് എലിജിബിൾ ആണ്, പക്ഷേ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് അതൊന്നും NTPCക്കാർക്ക് ഇതൊന്നും എഴുതാൻ പറ്റില്ല. പക്ഷേ അവർക്ക് പിന്നെയുള്ള പോസ്റ്റാണ് വരുന്നത് ഗ്രൂപ്പ് D. ഈ ഗ്രൂപ്പ് D പോസ്റ്റക്കാർ എഴുതും, CGL പഠിക്കുന്ന ആളുകൾ എഴുതും. കാരണം അവർക്ക് അതൊക്കെ സിമ്പിളായിട്ട് പുഷ്പം പോലെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോട്ട് ഞാൻ പറയുന്നത്, അല്ലാതെ എല്ലാവരും സിമ്പിളായിട്ട് അങ്ങ് പാസ്സാവുന്നല്ല. സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് അവർക്ക് ഈസി ആയിട്ട് ഗ്രൂപ്പ് D പരീക്ഷ ക്രാക്കിയാവുന്നുള്ളൂ. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പരീക്ഷയല്ല. RPFൻ്റെ പരീക്ഷയുണ്ട്, അതും ഈ CGL പഠിക്കുന്ന ആളുകൾ എഴുതും. ഞാൻ അന്ന് പഠിച്ച സമയത്ത് CGL പഠിച്ച സമയത്ത് ഞാനൊക്കെ എഴുതി പാസ്സായിട്ടുണ്ട്. RPF എൻ്റെ ഫിസിക്കലിന് പോയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ RPF ഈസി ആയിട്ട് CGL പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പാസ്സാകാൻ പറ്റും. ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ SSC മാത്രം ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഈ അടുത്ത് RRB NTPCൻ്റെ CBT1 റിസൾട്ട് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗൂഗിൾ ഫോം എല്ലാ ഗ്രൂപ്പുകളിലൂടെയും ഷെയർ ചെയ്തു. CBT1 പാസ്സായവരുണ്ടെങ്കിൽ ഫില്ല് ചെയ്യാൻ പറഞ്ഞു. അതിൽ ഒരുപാട് പേരത് കണ്ടിട്ടില്ല. ഒരുപാട് പേര് ടെലഗ്രാം യൂസ് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി ചില ആൾക്കാർ അത് കണ്ടാൽ ഫില്ല് ചെയ്യില്ല. പക്ഷേ ഫില്ല് ചെയ്ത ആളുകൾ 80 ആളുകളുണ്ട്. അപ്പോൾ നോക്കിയാൽ CGL മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ച 80 ആളുകൾ ഈ പരീക്ഷ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാത്രം, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം മാത്രം ഞാൻ പറയും. ഇതുപോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വേറെയുണ്ട് CGL വേണ്ടി പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇത് CGL ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാതെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ സീരിയസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇവർക്കെല്ലാം ഈ NTPC പരീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കുറച്ച് ആളുകളുടെ കാര്യം മാത്രം ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2600 ആളുകളാണ് ഈ ട്രിവാൻഡ്രം സോണിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ടില്ല. അതിലൊരു 1000-1500 ആളുകളും അല്ലെങ്കിൽ ഒരു CGL വേണ്ടി പഠിക്കുന്ന ആളുകളായിരിക്കും. അവർക്കൊക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് വെറുതെ ഈ ഒരു NTPC ഇത് മാത്രം പറഞ്ഞ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? പല ആൾക്കാരുടെ മനസ്സിലിതായിരിക്കും, ഇയാൾ ബിസിനസ് കൂട്ടാൻ വേണ്ടി പറയുന്നത് അല്ലേ, കാരണം ഇയാളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരുപാട് കുട്ടികൾ വരാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി പറയുന്ന. നിങ്ങളിപ്പോഴും അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നല്ല നമസ്കാരം എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളെല്ലാവരും കൂടെ നാളെ CGL വേണ്ടി പഠിക്കാൻ വന്നാൽ എനിക്കിവിടെ വിളിക്കാൻ സ്ഥലമൊന്നുമില്ല. നമ്മളൊരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിനുള്ള കുട്ടികളിവിടെ വരുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വരും, നാളെ നിങ്ങളെല്ലാവരും കൂടി CGL പഠിപ്പിച്ച് കുറേ പൈസ ഉണ്ടാക്കാം, ബിസിനസ്സുകാരനാക്കാം. ആ ചിന്ത നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ കേട്ടോ. എല്ലാത്തിനെയും ആ ഒരു കണ്ണോടുകൂടിയാണ് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത്ര ഞാൻ ഈ കണക്കുകളാണ് പറയുന്നത്. ഞാൻ വെറുതെ ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ, ഈ കണക്കുകൾ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ആയിട്ട് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും കണക്ക് ചെറിയ 1 2 അങ്ങോട്ടും കൂടെ വ്യത്യാസമില്ലാതെ ഈ കണക്കിൽ വലിയൊരു വേരിയേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയാം. അതില്ലാത്തടത്തോളം കാലം നിങ്ങൾ ഇത് വിശ്വസിച്ചേ പറ്റൂ. അത് ബിസിനസ് ആണോ അല്ലേ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ കണക്ക് 8875 35292 തെറ്റാണെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബിസിനസ് വളർത്തേണ്ട ആവശ്യമൊന്നും നമുക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞ തുടക്കത്തിലേ പറഞ്ഞതാ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ ഒന്ന് വഴി മാറി പോയേക്കാം. നിങ്ങളിതൊന്ന് മാറി ചിന്തിച്ച് നിങ്ങൾ ഇതിൻ്റെ കൂടെ NTPC പഠിച്ചോ, നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ കൂടെ നിങ്ങൾ ഇംഗ്ലീഷും കൂടെ, ഈ CGLൻ്റെ ഇംഗ്ലീഷും കൂടെ നിങ്ങൾ പാരലായിട്ടൊന്ന് പഠിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നോക്കിയാൽ നിങ്ങളിപ്പോൾ പഠിക്കുന്നതിൻ്റെ 4 ഇരട്ടി വേക്കൻസികൾ നിങ്ങൾക്ക് എക്സ്ട്രാ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കളയാതെ ഇരിക്കും. എത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ഇതിൻ്റെ അത്ര വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടില്ലെങ്കിലും ഇനി അപ്ലിക്കൻസിൻ്റെ കാര്യം നോക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, 1 crore മുകളിലാണ് NTPC അപ്ലിക്കൻസ്. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് വെച്ചാൽ NTPCയിലാണ് കോമ്പറ്റീഷൻ കൂടുതൽ. അപ്ലിക്കൻസിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ CGL അത്ര അപ്ലിക്കൻസ് ഇല്ല, 25 ലക്ഷം അപ്ലിക്കൻസ് ഉള്ളൂ. ഇനി അതിൻ്റെ കൂടെ നമ്മൾ CHSL കൂടെ ചേർത്താലും ഈ സെയിം ആളുകൾ തന്നെ അവിടെ ഉണ്ട്. എന്നാലും ഒരു 50-60 ലക്ഷം മാക്സിമം രണ്ടിനും കൂടെ അപ്ലിക്കൻസ് ഉള്ളൂ. അപ്പോൾ നോക്കി ഇതിൻ്റെ ഇരട്ടി അപ്ലിക്കൻസ് എവിടെ ഉണ്ട്? NTPCയിലുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ വൈസ് നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ, വേക്കൻസി നോക്കുകയാണെങ്കിൽ അവിടെ കുറവ്. പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ല, ആളുകൾ ഏറ്റവും കൂടുതൽ NTPC പഠിച്ചിരുന്നത് ഈ വരുമ്പോഴൊക്കെ 30,000-40,000 വേക്കൻസി കൊണ്ടൊക്കെയാണ് അവർ വരിക, NTPC വരിക. അതന്ന് 3 വർഷം കൂടുമ്പോൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 3 വർഷത്തെ വേക്കൻസി കൂടെ ഒരുമിച്ചാണ് വരിക. പക്ഷേ ഇനി അങ്ങോട്ട് എല്ലാ വർഷവും നടക്കാൻ പോവാണ്. എല്ലാ വർഷവും നടക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു വേക്കൻസി പ്രതീക്ഷിച്ചാൽ മതി. ഇനി ചിലപ്പോൾ ചില വർഷങ്ങളിൽ എന്തെങ്കിലും എക്സ്ട്രാ പോസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് കൂടാം. പക്ഷെ എന്നാലും കൂടുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം 11,000 ആയിരുന്നു, പ്രാവശ്യം 8,000 ആണ്, 9,000 ആണ്, അടുത്ത വർഷം 10,000. ആ ഒരു 10,000-ൻ്റെ അടുത്ത് തന്നെ ആവറേജ്. ഇപ്പോൾ CGL ഒക്കെ അങ്ങനെയാണ്, ഒരു 10,000-15,000-ൻ്റെ അടുത്താണ് ആവറേജ് ഉണ്ടാവുക. അതുപോലെ തന്നെ NTPCക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ.
അപ്പോൾ അത്രയും വേക്കൻസി ഉണ്ട്. ഓക്കെ, അതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ഈ വേക്കൻസിയും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എന്തിനാണ് വെറുതെ നല്ലൊരു പോസ്റ്റുകൾ, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കളയുന്നത്? എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ആർക്കും ഈ CGL പരീക്ഷയിലെ പോസ്റ്റുകൾ ആഗ്രഹമില്ലാത്ത ആളുകൾ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. CBI സബ് ഇൻസ്പെക്ടർ ആവാൻ ആഗ്രഹമില്ലാത്ത ആളുകളുണ്ടോ? കസ്റ്റംസിൻ്റെ വെള്ള യൂണിഫോം ഇട്ട് നടക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകളുണ്ടോ? GST ഇൻസ്പെക്ടറിൻ്റെ കാക്കി യൂണിഫോം 3 സ്റ്റാറുകൾ, നമ്മളിവിടുത്തെ പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ, ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ അല്ല, ഇൻസ്പെക്ടറാണ്, അതേ റാങ്കിലുള്ള യൂണിഫോം ഇട്ട് ജോലി ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആളുകളുണ്ടോ? കസ്റ്റംസ് അല്ല എൻഫോഴ്സ്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആളുകളുണ്ടോ? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആളുകളുണ്ടോ? അതായത് ഇന്ത്യയുടെ എംബസികളിൽ വേണ്ടി വിദേശത്ത് പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആളുകളുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ പലരും വിചാരിച്ച് വെച്ചേക്കുന്നത് ഈ പോസ്റ്റുകളെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ UPSC സിവിൽ സർവീസ് പോലത്തെ എന്തോ വലിയ പരീക്ഷ എഴുതണം, ഇൻ്റർവ്യൂ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയുണ്ട്, അങ്ങനെ വലിയൊരു പരീക്ഷ. ഇപ്പോൾ NTPC 10 ഇരട്ടി ആളുകൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പരീക്ഷ അല്ലെങ്കിൽ ഒരു 4-5 ലെവലുള്ള പരീക്ഷകൾ ക്ലിയർ ചെയ്താലേ കയറാൻ പറ്റും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പല ആളുകളുടെയും മനസ്സിൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതൊക്കെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ്. CGL പരീക്ഷ നടക്കുന്നത് NTPC പോലെ തന്നെ അതേ പാറ്റേണിലാണ്, അതിനേക്കാളും കുറഞ്ഞ ആപ്ലിക്കൻസ് ആണ്. അങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ നിങ്ങൾക്കുണ്ട്. NTPC നിങ്ങൾ പഠിക്കണം കേട്ടോ. NTPC പഠിക്കാതെ NTPC നിങ്ങൾ പഠിക്കണം. പക്ഷെ അതിൻ്റെ കൂടെ എന്തിനാ വെറുതെ ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കളയുന്നത്? ഇത്രയും ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ആർക്കും ഒന്ന് മാറി ചിന്തിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങളോട് പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഇനി വേറെ ആരും ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇങ്ങനെ ഒരു കണക്ക് വെച്ചിട്ട് വേറെ ആരും നിങ്ങളോട് പറഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് മാറി ചിന്തിച്ച് നോക്കുക. അതല്ല നിങ്ങൾ വിചാരിക്കുകയാണ് ഇത്രയും വേക്കൻസി എനിക്ക് എന്തിനല്ല 85,000 ആവശ്യം എനിക്കില്ല, എനിക്ക് 8,875 ഒരു വേക്കൻസി മതി. ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നല്ലതാണ്, പക്ഷേ അത് എത്രത്തോളം നല്ലൊരു കോൺഫിഡൻസ് ആണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ NTPC മാത്രം പറഞ്ഞ് പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ അനിയന്മാർക്ക് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക, നീ ഒരു കാര്യം ചെയ്യും, ഒരു CGL വേണ്ടി പഠിക്കുക, അല്ലെങ്കിൽ NTPC പഠിക്കുന്നതിന് കൂടുതൽ ഇംഗ്ലീഷും കൂടെ ഒന്ന് പാരലി പഠിക്കുക. അങ്ങനെയാണ് ഇത്രയും പോസ്റ്റുകൾ നിങ്ങൾക്ക് പറ്റും. ഇനി ഇത് കാണുന്ന രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മക്കളോട് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഞാൻ ഈ പറയുന്നത് വെറുതെ പറയുകയാണെന്നുള്ള നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ CGL 2025 വേക്കൻസി ഇന്ന് നെറ്റിലടിച്ചാൽ കിട്ടും, IB വേക്കൻസി നെറ്റിലടിച്ചാൽ കിട്ടും കേട്ടോ. ഇതൊക്കെ പബ്ലിക്കലി അവൈലബിൾ ആണ്. ഇതൊന്നും ഞാൻ വെറുതെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കണക്കൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഈ വീഡിയോ റിമൂവ് ചെയ്യുക, ഒരു പ്രശ്നമില്ല. ഓക്കെ, പിന്നെ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. അതൊന്നും നമ്മളാരും വെറുതെ, ഞാൻ പറഞ്ഞു നല്ല കമൻറ്റുകൾ അങ്ങനെ റിമൂവ് ചെയ്യാനൊന്നും പോകുന്നില്ല. വെറുതെ അധിക്ഷേപിക്കാൻ വേണ്ടിയിരുന്ന കമൻറ്റുകൾ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യാവുള്ളൂ. അല്ലാതെ ബാക്കിയുള്ള പോസിറ്റീവായിട്ട് നല്ല കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം പറയുന്ന ആളുകളുടെ കമൻറ്റ് നമ്മൾ റിമൂവ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. കൂടുതൽ ഞാൻ പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല. നല്ലൊരു അവയർനെസ്സിൻ്റെ വീഡിയോ ആയതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് ആയത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇനി NTPC മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. പറ്റുമെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ഫോക്കസ് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ആക്കിയാൽ ഈ പോകുന്ന വഴി നിങ്ങൾക്ക് കിട്ടും, പുതിയൊരു വഴിയും കൂടെ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആവുന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ വേറൊരു വിഭാഗം ആളുകളുണ്ട്, ഇതിന് താഴെ കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് ഇടാതിരിക്കുക. അതായത് അവരുടെ മനസ്സിൽ ഇതായിരിക്കും, എന്ത് സാർ എന്തിനാ, ഓൾറെഡി ഇവിടെ കോമ്പറ്റീഷനാണ്, ഞങ്ങളൊക്കെ ഇതിലോട്ട് വന്നു, ഇനി വെറുതെ കൂടുതൽ കുട്ടികളെ ഇങ്ങോട്ട് വരുത്തി എന്തിനാ കോമ്പറ്റീഷൻ കൂട്ടുന്നത്? ഇവരുടെ വിചാരം ഇവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്തൊരു പോസ്റ്റാണ്, അതായത് ഇവർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ആളുകളോട് എനിക്ക് നിങ്ങൾ പോയി പണി നോക്കുക എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല കേട്ടോ. കാരണം ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പോസ്റ്റ്, ഇന്ത്യ രാജ്യത്തിലുള്ള എല്ലാവർക്കും, എല്ലാ സ്റ്റുഡൻസിനും എല്ലാവർക്കും എഴുതാൻ പറ്റിയ പോസ്റ്റാണ്. അവരെല്ലാവരും വന്ന് പരീക്ഷ എഴുതും. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ പഠിച്ച് ക്വാളിഫൈ ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്വാളിഫൈ ആവും. അല്ലാതെ സൈഡിലൂടെ അങ്ങ് പെട്ടെന്ന് ഈസി ആയിട്ട് ആരും പഠിക്കാതെ അങ്ങ് ക്ലിയർ ആയി പോകാമെന്നൊന്നും വിചാരിച്ച് അങ്ങനെ ആരും ഇതിലോട്ട് ഇറങ്ങണ്ട കേട്ടോ. അത്ര വലിയ സിമ്പിൾ പരീക്ഷ ഒന്നുമല്ല. ഇപ്പം നിങ്ങൾ എന്താ വിചാരിച്ച കോമ്പറ്റീഷൻ ഇല്ലാന്നോ? ഇപ്പോഴും നല്ല കോമ്പറ്റീഷൻ. ഞാൻ ഈ പറയുന്നൊന്നും കോമ്പറ്റീഷനെ പറ്റിയല്ല ഞാൻ പറയുന്നത് കേട്ടോ. കോമ്പറ്റീഷൻ എല്ലായിടത്തും ഉണ്ട്, NTPC-യിലുണ്ട്, CGL-ലും ഉണ്ട്. വെറുതെ സൈഡിലൂടെ പിൻവാതിൽ നിയമനം പോലെ അങ്ങ് കയറിപ്പോയി ജോലി കയറാൻ ആരും വിചാരിക്കേണ്ട. അത്ര വലിയ ഈസി പരീക്ഷ ഒന്നുമല്ല. പക്ഷേ നിങ്ങൾ ഏതായാലും ഇതിലോട്ട് ഇറങ്ങി, നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് ഫീൽഡിലോട്ട് ഇറങ്ങി, നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ പഠിച്ചുകൂടെ? ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയ പരീക്ഷ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇനി ബാങ്ക് എക്സാം വേറെ ഉണ്ട്, PSC എക്സാം വേറെ ഉണ്ട്. അതൊന്നും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയ പരീക്ഷയല്ല. ഞാൻ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയ പരീക്ഷ ആയതുകൊണ്ടാണ് ഇതിൻ്റെ മാത്രം പറഞ്ഞു കേട്ടോ. ഇനി ബാങ്ക് എക്സാം ഒക്കെ വേറെ ഉണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഈ ഒരു CGL SSC പഠിക്കുന്ന ഒരാൾക്ക് ബാങ്ക് എക്സാം അതിൻ്റെ കൂടെ പാരലായിട്ട് കൊണ്ടുപോകുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ NTPC, IB, CSSC ഈ പരീക്ഷകൾ മൂന്നും നമുക്ക് ഒരുമിച്ച് തന്നെ പഠിക്കാൻ പറ്റിയ പരീക്ഷയാണ്. പക്ഷേ അത് നിങ്ങൾ CGL-ന് വേണ്ടി പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ബാക്കിയെല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ ഇതൊന്ന് മനസ്സിൽ ഓർത്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് അങ്ങോട്ട് മുന്നിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് പറയാനുള്ളൂ. പറ്റുകയാണെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെയും താഴ്ത്തി കെട്ടാനോ ആരെയും നെഗറ്റീവ് ആക്കാനോ ഒന്നുമല്ല. ജസ്റ്റ് എനിക്ക്
പെട്ടെന്ന് ഞാൻ ഈ ഇന്നലെ വേക്കൻസി ഇങ്ങനെ NTPCൻ്റെ വേക്കൻസി ഇങ്ങനെ പുതിയ വേക്കൻസി കണ്ടപ്പോഴിങ്ങനെ മനസ്സിലിങ്ങനെ തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത്രയും വലിയ വേക്കൻസി ഡിഫറൻസ് ഉണ്ടായിട്ടും ആളുകൾ ഇപ്പോഴും ഈ NTPCൻ്റെ പിന്നാലെ ഇങ്ങനെ മാത്രം, NTPCൻ്റെ പിന്നാലെ പോകുന്നതല്ല എൻ്റെ പ്രശ്നം, NTPC മാത്രം എന്ന് പറഞ്ഞാൽ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ട്. സംഭവമാണ് NTPC, സംഭവമാണ്. NTPCയിലെ ജോലികൾ വളരെ നല്ല ജോലിയാണ്. പക്ഷേ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ സൈഡിൽ കളഞ്ഞിട്ടാണ് ഇതിൻ്റെ മാത്രം പോകുന്നത്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നത്? രണ്ടും ഒരുമിച്ച് നിങ്ങൾക്ക് ഒരേപോലെ വലിയ എഫേർട്ടില്ല പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തിനാ ഒരു കയ്യിൽ മാത്രം പഠിക്കുന്നത്? രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകും കേട്ടോ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതിനപ്പുറത്തോട്ട് വേറെ ആരെയും താഴ്ത്തി കെട്ടാനോ ആരെയും മോശമാക്കാനോ ഒന്നുമല്ല. എൻ്റെ ബിസിനസ് കൂട്ടാനും അല്ല കേട്ടോ. ഇപ്പം അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി നിങ്ങൾക്ക് ഇതിൽ വേണ്ടത് എടുക്കാം, വേണ്ടാത്തവർക്ക് ഈ വീഡിയോ തള്ളിക്കളയാം. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, കേൾക്കാനുള്ളത് നിങ്ങൾ കേട്ടു. ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ലൈഫിലോട്ട് കയറി വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ ഇനി നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. എന്തായാലും ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം, ഗുഡ് നൈറ്റ്.